ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ബ്രസീലിൽ നടന്ന 19ാമത് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള റിയോ ഡി ജനീറോ പ്രഖ്യാപനം അംഗീകരിച്ച് G20 രാജ്യങ്ങൾ. ഗ്ലോബൽ സൌത്ത് മേഖലയിലെ രാജ്യങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 ഉച്ചകോടിയിൽ. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരളത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഗുജറാത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട് ജില്ലാ നഗരതലത്തിൽ കർമ്മപദ്ധതികൾ വികസിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ചൈന ഓപ്പൺ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. 19ാമത് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള റിയോ ഡി ജനീറോ പ്രഖ്യാപനം G20 അംഗരാജ്യങ്ങൾ അംഗീകരിച്ചു. സാമൂഹിക ഉൾപ്പെടുത്തൽ, പട്ടിണി, ദാരിദ്ര്യം എന്നിവയ്ക്കെതിരായ പോരാട്ടം, സുസ്ഥിര വികസനം, ഊർജ്ജം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങൾ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായ നിരവധി വിഷയങ്ങളും പുതിയ പ്രഖ്യാപനത്തിലുണ്ട്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന G20 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്ലോബൽ സൌത്തിന്റെ ദയനീയ അവസ്ഥ സൂചിപ്പിച്ചു. ഭക്ഷണം, ഇന്ധനം, വളം എന്നിവയുടെ വിതരണത്തിലെ പ്രതികൂല സാഹചര്യം അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഈ മേഖലയിലെ രാജ്യങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് മുൻഗണന നൽകാൻ G20ക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ G20 അധ്യക്ഷത വഹിച്ച സമയത്ത് ജനകേന്ദ്രീകൃത തീരുമാനങ്ങൾ മുന്നോട്ട് വച്ചതിന് ബ്രസീലിനെ മോദി അഭിനന്ദിച്ചു. 80 രാജ്യങ്ങളുടെ പിന്തുണയോടെ ദാരിദ്ര്യവും പട്ടിണിയും നേരിടാൻ ഒരു ആഗോള സഖ്യം ഉച്ചകോടിയിൽ ആരംഭിച്ചു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇറ്റലി സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായി. ബഹിരാകാശം, ഊർജ്ജം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ കൂട്ടായ പ്രവർത്തനത്തിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി ശ്രീ മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി. UK, നോർവേ, പോർച്ചുഗൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന അതിർത്തിയിലെ സമീപകാല സംഭവ വികാസങ്ങളുടെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തിന്റെ തുടർ നടപടികളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറിയെന്ന് ജയശങ്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിൽ നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 288 സീറ്റുകളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 2086 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 4136 പേരാണ് മഹാരാഷ്ട്രയിൽ ജനവിധി തേടുന്നത്. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെ. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. 12 ജില്ലകളിലെ 38 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. നവംബർ 23-നാണ് വോട്ടെണ്ണൽ. നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണം പുരോഗമിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് ഇന്നത്തെ നിശബ്ദ പ്രചാരണവും സ്ഥാനാർത്ഥികൾക്ക് നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് ഉള്ളത്. 4 ഓക്സിലറി ബൂത്തുകൾ അടക്കം ആകെ 184 പോളിംഗ് ബൂത്തുകളാണ് ഉപതെരഞ്ഞെടുപ്പിന് സജ്ജീകരിച്ചിട്ടുള്ളത്. സുരക്ഷയുടെ ഭാഗമായി മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം വേതനത്തോടുകൂടിയ പൊതു അവധി അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. പഞ്ചാബിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 മണ്ഡലങ്ങളിലായി 831 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. കേന്ദ്ര സായുധ സേനയെയും 6000 പോലീസുകാരെയും സുരക്ഷ ഉറപ്പാക്കാൻ വിന്യസിച്ചതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ ക്രിമിനൽ നിയമത്തിൽ ഫോറൻസിക്കിന്റെയും സാങ്കേതികവിദ്യയുടെയും ഉപയോഗം, നിർമ്മിത ബുദ്ധി, ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പോലീസിന്റെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ 2 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിൽ നിന്നായി 250ഓളം പേർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട് ജില്ലാ നഗരതലത്തിൽ കർമ്മ പദ്ധതികൾ വികസിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിർദ്ദേശം നൽകി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ നിരീക്ഷണത്തിനായി ആശുപത്രികളുടെ ശൃംഖല വിപുലീകരിക്കാനും നിർദ്ദേശമുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും അന്തരീക്ഷ മലിനീകരണത്തിന്റെയും വെല്ലുവിളികൾ മറികടക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പ്രത്യാശ പ്രകടിപ്പിച്ചു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി ഈ മാസം 24-ന് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. സമ്മേളനത്തിൽ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ തേടുന്നതിന്റെ ഭാഗമായാണ് യോഗം. ഈ മാസം 25 മുതൽ ഡിസംബർ 20 വരെയാണ് ശൈത്യകാല സമ്മേളനം. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 US-ലെ കേപ്പ് കനാവറലിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ആണ് വിക്ഷേപണം നടത്തിയത്. വിക്ഷേപണം വിജയകരമായിരുന്നുവെന്നും ഉപഗ്രഹം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. This spacecraft is, after the launch, is going to be positioned at 68° east longitude, providing broadband services and in-flight connectivity primarily on the Indian region. There are going to be about 32 sport beams covering India mainland islands of this region. And primarily this is designed to also to enhance the capacity by providing 8 narrow sport beams over the northeastern region of India, which requires this support for essential communication requirements. വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സുപ്രധാന സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ ലാവോസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. US, ചൈന, ഓസ്ട്രേലിയ, ജപ്പാൻ, ലാവോസ്, മലേഷ്യ, ന്യൂസിലാൻഡ്, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായി ശ്രീ രാജ്നാഥ് സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് ബീഹാറിൽ തുടക്കം. ഉച്ചയ്ക്ക് 2:15 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചൈന മലേഷ്യയെ നേരിടും. ഇന്ത്യ ജപ്പാൻ സെമി ഫൈനൽ വൈകിട്ട് 4:45 നടക്കും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ന് ഷെൻജനിൽ തുടക്കമാകും. ഇന്ത്യൻ താരങ്ങളായ സുമീത് റെഡ്ഡി, N. സിക്കി റെഡ്ഡി എന്നിവർ മിക്സഡ് ഡബിൾസിൽ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെഡ്ഡി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് തായ്പൈ സഖ്യത്തെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കൾ ഇന്ദിരാഗാന്ധിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. രാജ്യം ഇന്ന് ദേശീയോദ്ഗ്രഥന ദിനം ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ നവംബർ 19-നാണ് എല്ലാ വർഷവും ദേശീയോദ്ഗ്രഥന ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2021 വാട്സാപ്പ് പ്രൈവസി പോളിസി അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ മെറ്റയ്ക്ക് 213.14 കോടി രൂപ പിഴ ചുമത്തി. അടുത്ത 5 വർഷത്തേക്ക് പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോക്താക്കളുടെ വിവരങ്ങൾ മെറ്റ ഉടമസ്ഥതയിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളുമായി പങ്കിടുന്നത് നിർത്താനും CCI വാട്സാപ്പിനോട് നിർദ്ദേശിച്ചു. ഡാറ്റ പങ്കിടൽ വ്യവസ്ഥകളെക്കുറിച്ച് ആഗോളതലത്തിൽ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് 2021 നയത്തെക്കുറിച്ച് CCI അന്വേഷണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രസീലിൽ നടന്ന 19ാമത് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള റിയോ ഡി ജനീറോ പ്രഖ്യാപനം അംഗീകരിച്ച് G20 അംഗരാജ്യങ്ങൾ. ഗ്ലോബൽ സൗത്ത് മേഖലയിലെ രാജ്യങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 ഉച്ചകോടിയിൽ. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരളത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഗുജറാത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പോലീസ് സയൻസ് കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട് ജില്ലാ നഗരതലത്തിൽ കർമ്മ പദ്ധതികൾ വികസിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം.
വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ചൈന ഓപ്പൺ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.